إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറയിൽ 150 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു ഫലമ്മാ ബറസൂ ലിജാലൂത വജുനൂദി ജാലൂത്തും അവന്റെ സൈന്യങ്ങളുമായി അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് മുഖാമുഖം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഖാലു അപ്പോൾ ആ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആൾക്കാർ പറഞ്ഞു റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അഫ്രിഗ് അലൈനാ സബ്റൻ ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു നൽകണമേ അല്ലാഹ് വതബ്ബിത് അഖ്ദാമന നമ്മുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ വൻസുർനാ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ അലൽ ഖൗമിൽ കാഫിരീൻ അവിശ്വാസികളായ ഒരു ജനതയ്ക്ക് ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ പാദങ്ങളെ നീ ഈ യുദ്ധഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തണമേ അതുപോലെ ഞങ്ങളുടെ മേൽ നീ ക്ഷമ വർദ്ധിപ്പിച്ച് ചൊരിഞ്ഞു അനുഗ്രഹിച്ചു നൽകണമേ എന്നവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രാർത്ഥനാവാക്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ കൂടി നമുക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വലിയ വലിയ സംഘങ്ങളുമായി ചെറിയ ചെറിയ സംഘങ്ങൾ എത്രയെത്രയാണ് പോരാടി വിജയിച്ചത് എന്ന് ആ മുത്തഖീങ്ങളായ ജനങ്ങൾ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചു. അങ്ങനെ ആ മുഅ്മിനീങ്ങളും വിശ്വാസികളുമായ വിശ്വാസികൾ ഈ വലിയ കുറ്റവാളിയായ അതിക്രമിയായ ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും ഏറ്റുമുട്ടാൻ മുന്നോട്ട് വന്നപ്പോഴുള്ള അവസ്ഥയാണ് പറയുന്നത്. അവർ ഏറ്റവും നല്ലൊരു പ്രാർത്ഥന അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അദ്വാഉ സിലാഉൽ മുഅ്മിനീൻ, മുഅ്മിനീന്റെ ഏറ്റവും നല്ല ആയുധം എന്താണ്? അത് പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് മുഅ്മിനീന്റെ പ്രാർത്ഥന അത് ആയുധമാകുന്നതെന്ന് എങ്ങനെയെന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ് ഈ വചനത്തിൽ കൂടി. നോക്കൂ, റബ്ബനാ ഫിർഗ് അലൈനാ സബ്റൻ നമ്മുടെ മേൽ ക്ഷമ ചൊരിഞ്ഞു നൽകണമേ അല്ലാഹു വതബ്ബിത് അഖ്ദാമന നമ്മുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ വിശ്വാസികൾക്ക് നമ്മെ നീ സഹായിക്കണമേ എന്ന് അല്ലാഹുവിനോട് തേടുകയാണ്. ആ ദുആ മുഖേന അവർക്ക് വിജയം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും ഉത്തമമായ സന്ദേശം. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.